എയർ ഫ്രയർ ഉപയോഗിച്ച് നമുക്കൊരു പനീർ തിക്ക ഉണ്ടാക്കിയല്ലോ. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കസ്തൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നാരങ്ങ നീര്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഒരു 100 ഗ്രാം പനീറുണ്ട്. പിന്നീട് നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഞാനിവിടെ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതും റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് സവാള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ ക്യൂബ്സ് ഒക്കെ അരിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ വിടർത്തി ഓരോരോ ഇതളായിട്ട് എടുക്കേണ്ടതാണ്. അതും ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലൊരു ടൂത്ത് പിക്ക് എടുക്കാം. അതിലേക്ക് നമുക്ക് ഓരോന്ന് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ആദ്യം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കളറുള്ള ക്യാപ്സിക്കം ആദ്യം ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു സവാള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പനീർ ചേർത്ത് കൊടുക്കാം. പിന്നീട് വീണ്ടും ക്യാപ്സിക്കവും സവാളയൊക്കെ ചേർത്ത് നമുക്കൊന്ന് ഇത് ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണേലും അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അത്തരത്തിൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് എയർ ഫ്രയറിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നോക്കാം. അപ്പോൾ ഒരു സൈഡ് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് മറു സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തേണ്ടതാണ്. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത് കൊടുത്ത് ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പനീർ തിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കണേ.